and welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, യുവർ ബയോളജി ടീച്ചർ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. സോ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് ഗ്ലൈക്കോളിസിസ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിസിസിനെ പറ്റിയിട്ടാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി മാത്രം നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. See, glycolysis is the partial oxidation of glucose to produce two molecules of pyruvic acid. Okay, so ആദ്യത്തെ ചോദ്യം, where does glycolysis occur? എവിടെയാണ് glycolysis നടക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, steps of glycolysis are given below. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ബ്ലാങ്ക്സ് ഉണ്ട് അല്ലെ, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് EF എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബ്ലാങ്ക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലാങ്ക്സ് എല്ലാം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഇത് ഫില്ല് ചെയ്യുന്നത് അത്ര ഈസി അല്ലല്ലോ. നമുക്ക് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് നമുക്ക് മനസ്സിലായാൽ മാത്രമേ, നമ്മൾ ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേർ ഡസ് ഗ്ലൈക്കോളിസിസ് അക്കർ? എവിടെയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്? സി, ഇതാണ് നമ്മുടെ സെൽ അല്ലെ. ഓക്കെ, സോ സെല്ലിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ഒരു ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്? അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരുപാട് ഓർഗനൽസ് കാണാൻ പറ്റും. ഓർഗനൽസ് ഒന്നും ഇല്ലാത്ത ആ ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഫ്ലൂയിഡ് മാത്രമുള്ള ആ ഒരു പർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടെ കിടക്കുന്ന ഈ ഫ്രീ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസമിനകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ കാണാൻ പറ്റുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസമിനകത്താണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞേ? വാട്ട് യു മീൻ ബൈ ഗ്ലൈക്കോലൈസിസ്? എന്താണ് ഗ്ലൈക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താടാ? ഗ്ലൈക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് അല്ലെ. ഗ്ലൈക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ്. യെസ്. ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താടാ? ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് സോ സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. സോ ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോ 6 കാർബൺ ആറ്റം ഉള്ള ഈ ഒരു മോളിക്യൂള്, ഓക്കെ, സോ 6 കാർബൺ ആറ്റം ഉള്ള ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂള് എന്തായിട്ട് മാറുന്നുണ്ട്? 3 കാർബൺ ആറ്റം ഉള്ള പൈറുവിക് ആസിഡ്, ഓക്കെ, സോ പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ്. ക്ലിയർ ആയല്ലോ. 6 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂള് സ്പ്ലിറ്റ് ആയിട്ട് 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പൈറുവിക് ആസിഡ് എന്ന് വിളിക്കും. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 2 പൈറുവിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ്. ഈ ഒരു ഗ്ലൈക്കോലൈസിസിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് എന്തൊക്കെയാടാ? ദാറ്റ് ഈസ് ഗസ്റ്റവ് എം ഡൺ. ഓക്കെ, അടുത്ത ആളാരാണ്? ഓട്ടോ മേയർഹോഫ്. ആൻഡ് അടുത്ത ആള് ജെ പാർനാസ്. ഓക്കെ, സോ 3 സയന്റിസ്റ്റ് 3 പേരും കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഒരു റിയാക്ഷന്, ഒരുപാട് സ്റ്റെപ്സ് ഉള്ള ഒരു റിയാക്ഷൻ ആണ്. ആ റിയാക്ഷന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ ഈ 3 പേരുടെ പേര് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാത്വേനെ പറയും. ഓക്കെ, സോ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ഡൻ, എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേയർ ഓഫിന്റെ എം, അതുപോലെ തന്നെ പി ഈസ് പർനാസ്. സോ EMP എന്താണിത്? EMP പാത്വേ എന്നും പറയും. ഓക്കെ, ഇതിന് എന്തെന്ന് വിളിക്കും? EMP പാത്വേ എന്നും വിളിക്കും. ക്ലിയർ ആയല്ലോ. സോ ഗ്ലൈക്കോലിസിസ് എന്നത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ EMP പാത്വേ എന്നും ചോദിക്കാം. സോ വൺ ആൻഡ് ദി സെയിം. ക്ലിയർ ആയില്ലേ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ ആ ഒരു മോളിക്യൂളിന്റെ പേരെന്താടാ? ഫസ്റ്റ് ആ മോളിക്യൂളിന്റെ പേരെന്ന് പറഞ്ഞേ? ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് അല്ലെ. സോ ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ്
ATP. ഓക്കെ, സോ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഫോസ്ഫോറിലേഷൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട്, ഓക്കെ, എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ വേണ്ട ഒരു എൻസൈമിന്റെ പേരാണ്, സോ ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ എൻസൈമിന്റെ പേരെന്താണ്? ഹെക്സോകൈനേസ്. എന്താണിത്? ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ആ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളിനെ എവിടെ ആഡ് ചെയ്യുന്നുണ്ട്? 6th കാർബൺ ആറ്റം ഓഫ് ഗ്ലൂക്കോസിന്റെ 6ാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? സോ ഇത് വെറുതെ ഒന്നും നടക്കില്ല. ഇതിന് എന്ത് വേണം? ATP വേണം. ATP എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? ADP ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് കുറെ നേരം അങ്ങനെ ഒന്നും നിൽക്കില്ല. ഇവൻ എന്താവും? ചെറുതായിട്ട് ഇതിന്റെ സ്ട്രക്ചർ അങ്ങ് മാറ്റും. ഓക്കെ, ഐസോമറിസം എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കും. സോ ആ ഒരു പ്രോസസ്സിന് വേണ്ട എൻസൈമിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ഐസോമറേസ്. ഏതാണ്? ഐസോമറേസ്. ഓക്കെ, ഐസോമറേസ് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. എന്തായിട്ട് മാറി? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അടുത്തത് എന്താ നടക്കുന്നുള്ളത്? അടുത്തത് എഗെയിൻ ഫ്രക്ടോസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു മടിയാണ്. ഓക്കെ, സോ ഫ്രക്ടോസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ചെറുതായിട്ട് ഒരാളിനെയും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഒരാളും കൂടെ വേണമെന്ന് വിളിക്കുന്നുണ്ട്. സോ ഇവിടെയും അടുത്തത് എന്താ നടക്കുന്നുള്ളത്? ഫോസ്ഫോ ഫ്രുക്ടോകൈനേസ്. ഓക്കെ, ഫോസ്ഫോഫ്രുക്ടോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളിനെയും കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ അത് എവിടെയാണ് ആഡ് ചെയ്യുന്നുള്ളത്? ഫ്രക്ടോസിന്റെ ആദ്യത്തെ കാർബൺ ആറ്റമിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്തായി മാറി? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. 2 ഫോസ്ഫേറ്റ് ആണല്ലോ അല്ലെ? സോ അതുകൊണ്ട് ഇത് എന്തായിട്ട് മാറി? ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്താ സംഭവിച്ചത്? ഒരു എനർജി മോളിക്യൂൾ അല്ലെ? സോ എനർജിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് എന്തായിട്ട് മാറി? ATP ADP ആയിട്ട് മാറി. ഓക്കെ, സോ ഇവന്റെ ലെങ്ത് കൂടിയില്ലേ അല്ലെ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയില്ലേ? ഇനി ഇവന് ഒത്തിരിയും നീളത്തില് നിൽക്കാൻ വയ്യ. ഓക്കെ, ഹെവി ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ ഹെവി ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോ ഇവൻ എന്താവണം? ഇവൻ സ്പ്ലിറ്റ് ആവണം അല്ലെ? അപ്പൊ അടുത്ത പരിപാടിയാണ് സ്പ്ലിറ്റ് ആവൽ. ഓക്കെ, സ്പ്ലിറ്റ് ആകുമ്പോ എന്തായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്? 2 മോളിക്യൂൾ ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, 2 മോളിക്യൂൾ ഏതൊക്കെയാണ്? യെസ്, നമുക്ക് നോക്കാം. ആ 2 മോളിക്യൂൾ ഏതൊക്കെയാണ്? ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഏതാണ്? ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ടും മാറുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്ര ക്ലിയർ ആയോ? ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ആയോ? ആദ്യം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി, ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ആയി. 1,6 ഫോസ്ഫേറ്റ് അഗെയിൻ എന്താവുന്നുണ്ട്? സ്പ്ലിറ്റ് ആവുകയാണ്. അവിടെയാണ് ആദ്യത്തെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ 3 മോളിക്യൂളുള്ള ഡീഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ 2 ആൾക്കാരും ഇല്ലേ? സോ ഈ 2 ആൾക്കാരും ഇന്റർ കൺവേർട്ടബിൾ ആണ്. എന്താണിത്? ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഓക്കെ അല്ലേ? സോ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിന് അതായത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ആൾഡോസ് എൻസൈം. ഏതാണത്? ആൾഡോസ് എൻസൈം. ഓക്കെ, സോ ഇത്രയും സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. സോ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിനെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരു സെറ്റ് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡീഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ഇല്ലേ, അത് എന്താവുന്നുണ്ട്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അഗെയിൻ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഫർദർ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് ഇതുവരെ ഓരോ സ്റ്റെപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ തൊട്ട് എന്താവുന്നുണ്ട്? 2 സെറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നുള്ളത്.
ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. സി, അതായത് നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate അല്ലെ, ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate. സോ ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ, പുറത്തിൽ നിന്നും ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ കൂട്ടിന് വിളിക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ ഇവർക്ക് വയ്യ. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ. ഈ ഒരു ഫോസ്ഫേറ്റിന്, മൂന്നാമത്തെ മോളിക്യൂളിലുള്ള ഈ ഒരു ഫോസ്ഫേറ്റിന് ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ കണ്ടപ്പോൾ അവനെയും കൂടെ കൂട്ടിന് വിളിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടിനെ വിളിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, റിഡക്ഷൻ. എന്ത് നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. സോ റിഡക്ഷൻ നടക്കുമ്പോൾ NAD പ്ലസ് എന്തായിട്ട് മാറുന്നുണ്ട്, NADH ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. സോ ഈ ഒരു റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമിന്റെ പേരാണ് ഗ്ലിസറാൾഡിഹൈഡ്. കുറച്ച് നീളമുള്ള പേരാണ്. സോ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate dehydrogenase. ഏതാണ്, ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate dehydrogenase. ഓക്കെ, സോ ഈ എൻസൈം എന്ത് ചെയ്തു, ഇവിടെ ഒരു 1,3,1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റി. എന്താക്കി മാറ്റി, 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റി. ഓക്കെ, ഈ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഇല്ലേ, ഓക്കെ, ഈ ഒരു മോളിക്യൂൾ ഇല്ലേ, ഈ ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ഇവിടെ നിന്ന് കളയുന്നുണ്ട്. അയ്യോ, എനിക്കിത് വയ്യ, ഈ ഫോസ്ഫേറ്റിനൊക്കെ എടുത്തോണ്ട് വെച്ച് എൻ്റെ തലേൻ്റെ മുകളിൽ വെക്കാൻ എന്നെ കൊണ്ട് വയ്യേ, ഞാൻ ഇവരെ കളയുകയാണെന്ന് പറഞ്ഞിട്ട് ഈ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഒരു ഫോസ്ഫേറ്റിന് അങ്ങ് കളയുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു, ADP എന്തായിട്ട് മാറി, ATP ആയിട്ട് മാറി അല്ലെ, ATP ആയിട്ട് മാറി. ഓക്കെ, സോ ATP ആയിട്ട് മാറുമ്പോൾ നെക്സ്റ്റ് എന്താ നമുക്ക് കാണാൻ പറ്റുക, ഇവിടെ മൂന്നാമത്തെ കാർബൺ ആറ്റമിൽ മാത്രമേ എന്തുള്ളൂ ഫോസ്ഫേറ്റ് ഉള്ളൂ. 3-phosphoglycerate ആയിട്ട് മാറി. എന്തായിട്ട് മാറി, 3-phosphoglycerate. എന്തായിട്ട് മാറി, 3-phosphoglycerate ആയിട്ട് മാറി. ഓക്കെ, ഈ 3-phosphoglycerate എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ മ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ചെറുതായിട്ട്, മൂന്നാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് രണ്ടാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിലേക്ക് വന്നു. ഓക്കെ, സോ ചെറുതായിട്ട് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, പൊസിഷൻ, അതായത് ഫോസ്ഫേറ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, ഇത് 3-ലുണ്ടായിരുന്ന ഫോസ്ഫേറ്റ് 2-ലേക്ക് എത്തി. ഓക്കെ, സോ രണ്ടാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിലേക്ക് എത്തി. അപ്പൊ ഈ ഒരു റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ്. ഓക്കെ, ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ്. സോ ഈ ഫോസ്ഫോഗ്ലിസറോമ്യൂട്ടേസ് ആയതിനു ശേഷം ഈനോലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഓക്കെ, കുറച്ച് ആദ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. സോ എല്ലാ പ്രോസസ്സും അതിന്റെ ആ ഒരു റീസൺ അറിഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റും. ഈ 2-phosphoglycerate എന്താവുന്നുണ്ട്, ഫോസ്ഫോഈനോൾ പൈറുവേറ്റ്, ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിന് കാരണക്കാരൻ ആരാണ്, ഒരു എൻസൈം. ഏതാണത്, ഈനോലേസ് എന്ന് പറയുന്ന എൻസൈം. ആൻഡ് ഫൈനലി എന്ത് സംഭവിക്കുന്നുണ്ട്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നുള്ളത്, ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്, പൈറുവിക് ആസിഡ്. ഓക്കെ, പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഈ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും ഒരു ഫോസ്ഫേറ്റും കൂടെ ഇല്ലേ, ആ ഫോസ്ഫേറ്റിനും കൂടെ അങ്ങോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ADP എന്തായിട്ട് മാറുന്നുണ്ട്, ATP ആയിട്ട് മാറുന്നുണ്ട്. ATP ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു റിയാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് പൈറുവേറ്റ് കൈനേസ് എൻസൈം. ഓക്കെ, സോ ഈ എല്ലാ എൻസൈമും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എങ്കിലും നമ്മൾ ഇത് പഠിച്ചിരിക്കുന്നത് വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ, സോ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തിലൂടെ എന്തായിട്ട് മാറുന്നുണ്ട്, പൈറുവിക് ആസിഡ് 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അവിടെയും എന്താവുന്നുണ്ട്, ATP പ്രൊഡക്ഷൻ. ഓക്കെ, സോ ഇത് 2 സ്റ്റെപ്പല്ലേ നടക്കുക. സോ ഇവിടെ നിന്നും രണ്ട് മോളിക്യൂൾ ആണ് മാറുന്നുള്ളത് അല്ലെ. സോ ഇത് 2 ആണ്. ഓക്കെ, ഇത് 2 ആണ്. അപ്പൊ ATP ഇവിടെ എത്രയായി, 2 എണ്ണം അല്ലെ. സോ 2 റൈറ്റ്. സോ ഇവിടെയോ ഇതും 2 അല്ലെ. അതുപോലെ തന്നെ ഇതും 2. യെസ്, സോ 2 അല്ലെ. സോ ഇവിടെയും 2.
ശരിയല്ലടാ? അപ്പൊ എത്ര എത്ര ATP യൂട്ടിലൈസ് ആയി, എത്ര ATP പ്രൊഡക്ഷൻ ആയി എന്ന് പെട്ടെന്ന് പറഞ്ഞേ. 2 ATP അല്ലെ? 2 ATP. നമുക്ക് ഇവിടെ കളർ മാറ്റിയിട്ട് ഇവിടെ തന്നെ എഴുതാം, ബിക്കോസ് അടുത്തത് താങ്ക് യു ആണല്ലോ. അപ്പൊ താങ്ക് യു വേണ്ട, നമുക്ക് ഇവിടെ തന്നെ എഴുതാം. സോ എന്താണ്, 2 ATPനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഒരു യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് അല്ലെ? ഈ 2 സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നുണ്ട്, യൂട്ടിലൈസേഷൻ, ATP യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ 2 മോളിക്യൂൾ ATP യൂട്ടിലൈസ് ആയി. എത്ര മോളിക്യൂൾ ഓഫ് ATP പ്രൊഡക്ഷൻ ആയെന്ന് നോക്കി പറഞ്ഞേ. എത്രയായി? ഇവിടെ ഒരെണ്ണം അല്ലെ? സോ ഇവിടെ ഒരെണ്ണം നടക്കുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് എന്താ മോളിക്യൂൾ ആണല്ലോ റിലീസ് ആവുന്നുള്ളത്. അപ്പോൾ 2 ATP. അപ്പൊ എത്രയായി? 4 ATP അല്ലെ? 4 ATPയിൽ 2 എണ്ണം പോയി. അപ്പോൾ ടോട്ടൽ വർത്ത് എത്രയായി? 2 ATP മാത്രമേ നമുക്ക് ഗ്ലൈക്കോളിസിസ് സംഭവിക്കുമ്പോൾ നടക്കുന്നുള്ളൂ. സോ അത് കൂടാതെ ഇവിടെ ഈ ഒരു കാര്യം ആരും മറക്കരുത്. ഓക്കെ, സോ എന്താണത്? 2 NADH കൂടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഒരു NADH എന്ന് പറയുന്നത് 3 ATP ആണ്. ഓക്കെ, 3 ATP ആണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എത്രയായി? 6 ATP അല്ലെ? 6 ATP ആണ്. അപ്പോൾ ഓൾ ടുഗെദർ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഫൈനൽ ഔട്ട്കം എത്ര ATP ആണ്? ദാറ്റ് ഈസ് 8 ATP. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതിക്കളണം. ഓക്കെ, സോ എല്ലാവരും ആൻസർ എഴുതുക. സോ ഇത് വളരെ 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 ഈസിയാണ്. സോ ഫസ്റ്റ് ടു ലാസ്റ്റ് ഈസി ആയിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂമോണിക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അതിന് മെൻഷൻ ചെയ്യുക. പെട്ടെന്ന് തന്നെ ന്യൂമോണിക് ആയിട്ട് ഞാൻ വരും. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും സെറ്റ് ആയില്ലേ? ഓക്കെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. താങ്ക് യു പറയുന്നതിനേക്കാളും മുന്നേ ആ കാര്യം കൂടെ നമുക്ക് പറയാം. അതായത് വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. എന്നാൽ കൂടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക്, വീക്ക് ക്വിസിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 5 to 10 ഒരു ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീക്ക് ക്വിസ് ആയിരിക്കും. അത് അറ്റൻഡ് ചെയ്യുക. സോ ഗ്ലൈക്കോളിസിസിൽ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ത്രൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര മനസ്സിലായി, എത്ര മനസ്സിലായിട്ടില്ല, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഉണ്ടാവും. സോ പെട്ടെന്ന് തന്നെ ആ വീക്ക് ക്വിസ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതെല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സോ അത് കൂടാതെ ഇനിയൊരു കാര്യം എന്താടാ, നമ്മുടെ ടെലഗ്രാം ആപ്പ് അല്ലെ? സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കൂടെ ജോയിൻ ചെയ്യുക. പെട്ടെന്ന് ടെലഗ്രാം ആപ്പിലേക്ക് കയറിയിട്ട് വേദാന്തു മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് കാണാൻ പറ്റും, വേദാന്തു മലയാളം വിത്ത് 1 heart. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആവട്ടെ, അപ്ഡേറ്റ് ആവട്ടെ, ഡെയിലി ടെസ്റ്റ് ആവട്ടെ, അസൈൻമെന്റ്സ് ആവട്ടെ, സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് സോ ആ എല്ലാ കാര്യങ്ങളും PYQ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് വരും. അതുപോലെ തന്നെ സൺഡേസ് നമ്മൾ വീക്ക് ക്വിസിൻ്റെ ഒരു ലൈവ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ടെലഗ്രാം ആപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് ജോയിൻ ചെയ്യാം. യെസ്, സോ അത് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.